ഹായ് ഗായ്സ്, അപ്പോൾ കളത്തോണ്ട പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വള്ളം മുട്ടുകയറി നീണ്ടായിരുന്നാണ് മുട്ടുകയറി തെക്ക് പടിഞ്ഞാട്ടോടുകയാണ്. അതേപോലെ തന്നെ വള്ളക്കാർക്ക് ഇന്നലെ നല്ല പണിയായിരുന്നു. പണിയെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും വള്ളക്കാർക്ക് 3, 4, 5 വള്ളം മീനുകളും കിട്ടിയിട്ടുണ്ട്. 2 വല 3 വല എല്ലാ വള്ളക്കാരും കോരിയിട്ടുണ്ട്. അതേപോലെ നമ്മളിന്ന് കയറി വരുന്ന സമയത്ത് വള്ളക്കാരെല്ലാം വല കോരി നിൽക്കുകയാണ്. അതേപോലെ ക്യാരൊക്കെ വിളിക്കുന്നൊക്കെ ഉണ്ട്. ഏകദേശം മീനിന് വില ഭയങ്കര ലോയാണ്. 15 രൂപ, 20 രൂപ, 30 രൂപ അത്രയൊക്കെ റേറ്റ് ഉള്ളൂ. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരാഴ്ചയായിട്ട് വല കോരുന്നത് വലിയ വള്ളക്കാരും ചെറിയ വള്ളക്കാരും എല്ലാം കോരുന്നത് ചാള, ചൂട, സെപ്പറേറ്റ് താങ്ങൂലക്കാർ എന്ന് പറയുമ്പോൾ വലിയ കണ്ണിയുടെ കോരുന്നവരാണ് ചാളയും. അതേപോലെ തന്നെ ചൂടമലക്ക് കോരുന്നവർക്കും ചാളയും ചൂടയും കൂടെയൊക്കെയാണ് കിട്ടുന്നത്. അതിലിപ്പണി ഭയങ്കരമായിട്ട് കുറവാണ്. കിട്ടുന്നവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇടയിലേക്ക് വലിയ കയ്യിലെന്നത് ഇടയില 50 രൂപ, 40 രൂപ ആ റേറ്റൊക്കെ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കൂടി വരുമ്പോഴത്തേക്കും കടൽ ഫുള്ള് മീനാണ്. തിരവെട്ട് മേളിൽ ഇതേപോലെ മഴത്തുള്ളി പോലെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓടിച്ചുകൊണ്ട് വരുന്ന സമയത്തും ഓരോ വെള്ളക്കാർ ഇടയ്ക്കൊക്കെ വന്ന് പോരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പലതായിട്ട് വെപ്രാളം അതേപോലെ ധൃതി പിടിക്കുക അങ്ങനെ നിൽക്കുകയാണ്. കാര്യം നിറച്ച് മീൻ പിടിച്ചുകൊണ്ട് പോകാം. ആ ഒരു പീസ് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു കടയിൽ വെള്ളത്തിൽ നമ്മൾ വലയെടുത്ത്. അതേപോലെ ഭയങ്കര ഉന്തായിരുന്നു. ഉന്തെന്ന് പറയുമ്പോഴത്തേക്കും ഒരു സാധനമാണ് ഇങ്ങനെ മഴത്തുള്ളില്ല, ഒരു ജെല്ല് കളിക്കുന്ന സാധനം കൈ കൊണ്ടൊക്കെ കീഴേ പൊട്ടിപ്പോകും. അത് പല ഫുള്ളുണ്ടായിരുന്നു. അതേപോലെ നമ്മൾ വെള്ളത്തിലൊക്കെ മീനൊക്കെ മറിച്ച് ഏകദേശം ഒരു 3000-4000 താഴെ അത്രേ ഉള്ളൂ. കൂടുതലാണ്. അപ്പോൾ നമുക്ക് എത്ര കിലോ മീനുണ്ടെന്ന് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അങ്ങനെ നീണ്ട ഹാർബർ ലക്ഷ്യമാക്കിയിട്ട് നമുക്ക് 3 ഇഞ്ചാണ് ഉള്ളത്. 3 ഇഞ്ചിന് താത്തിട്ട് ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ നീണ്ട ഹാർബർ വിറ്റ് പോയത് 15 രൂപ റേറ്റിലാണ്. ഏകദേശം 50,000 രൂപ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ ചാളയും ചൂടയോടെ വിറ്റ് പോയ വില എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എടുത്തത് 15 രൂപ വിലയ്ക്കാണ്. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പുറത്തുള്ള മീനിൻ്റെ വിലയൊന്നും അറിയില്ല. നിങ്ങൾ മേടിക്കുന്ന ഇപ്പോൾ ഈ ഒരു സമയത്ത് ചാളയും ചൂടയ്ക്ക് എന്ത് വിലയാണ് എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പറ്റുമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മറ്റുള്ള ആൾക്കാരെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ്. മീൻ പിടിക്കുന്നവർക്ക് സത്യം പറഞ്ഞാൽ വലിയ ഗുണമൊന്നുമില്ല. മീൻ വിൽക്കുന്നവർക്കും അതേപോലെ ഇടനില വിൽക്കുന്ന ആൾക്കാർക്കുമാണ് നേട്ടമുള്ളത്. ഒരിക്കലും മത്സ്യത്തൊഴിലാളികൾക്ക് നേട്ടമില്ല. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പറ്റുന്ന പോലെയൊക്കെ ഒന്നും വേണ്ട. ബൈ ഗായ്സ്.